തിലക് വർമ്മക്ക് എന്താ വയ്യേ? തൊട്ടതെല്ലാം പിഴക്കുന്നു. അനധികൃതമായി കിട്ടിയ ക്യാപ്റ്റൻസി വല്ലാതെ എക്സ്പോസ് ആവുന്നു. മോശം ക്യാപ്റ്റൻസി, അതുപോലെ ബാറ്റിംഗ്, ഗ്രൗണ്ടിലെ അനാവശ്യ ഷോ ഓഫ്, പോരാത്തതിന് വെളിച്ചക്കുറവ് കാരണം സൂപ്പർ ഓവർ നടത്താൻ സമയമല്ലാത്ത സമയത്തും അമ്പയറോട് തർക്കിച്ച് സൂപ്പർ ഓവർ ചോദിച്ചു വാങ്ങുക, നിങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയ ഹിറ്ററായ വൈഭവ് സൂര്യവംശിയെ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിർത്തുക, അതും സൂപ്പർ ഓവറിലാണ്, തോൽവി ചോദിച്ചു വാങ്ങുക. ഇന്ത്യയുടെ എ ടീം ക്യാപ്റ്റൻ തിലക് വർമ്മ ഗ്രൗണ്ടിലെ ബ്ലണ്ടറുകൾ കൊണ്ടുകൂടിയാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്. ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്ക എക്കെതിരായ ഇന്ത്യ എക്ക് 7 റൺസിൻ്റെ നാടകീയ തോൽവിയാണ് കഴിഞ്ഞ മത്സരത്തിൽ നേരിട്ടത്. ഇരു ടീമുകളും 265 റൺസ് വീതമെടുത്ത് ടൈ ആയ മത്സരത്തിൽ സൂപ്പർ ഓവറിലായിരുന്നു ശ്രീലങ്കയുടെ ജയമുണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 49.2 ഓവറിൽ 265 റൺസിന് ഓൾ ഔട്ടായപ്പോൾ ശ്രീലങ്കയും അതേ 265 റൺസിന് ഓൾ ഔട്ടാകുന്നു. തുടർന്ന് ഇന്ത്യൻ നായകൻ, ഇപ്പോഴത്തെ നായകൻ തിലക് വർമ്മയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇരു ടീമുകളും സൂപ്പർ ഓവർ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 16 റൺസ് എടുക്കുന്നു. 17 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്കായി സൂപ്പർ ഓവറിൽ ഓപ്പണേഴ്സായി ഇറങ്ങിയത് വൈഭവ് സൂര്യവംശിയും സൂര്യാൻ ഷെഡ്ജയുമാണ്. നമുക്കറിയാം വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഈ IPL ആകെ അദ്ദേഹം 200-ന് മുകളിൽ അല്ലെങ്കിൽ 250-നടുത്തുള്ള സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയ റൺസുകൾ നമുക്കറിയാം. ആദ്യ പന്ത് മുതൽ സിക്സറിന് പറത്തുന്ന വൈഭവ് സൂര്യവംശിയുടെ സ്റ്റൈൽ നമുക്കറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങിയ സമയത്ത് പക്ഷേ സ്ട്രൈക്ക് ചെയ്തത് സൂര്യാൻ ഷെഡ്ജയാണ്. ആദ്യ 3 പന്തുകൾ നേരിട്ട സൂര്യാൻ ഷെഡ്ജയ്ക്ക് 3 റൺസ് മാത്രമാണ് നേടാനായത്. അതിനുശേഷമുള്ള 3 പന്തുകൾ, ആ 3 പന്തുകളിൽ വൈഭവ് ഒരു ബൗണ്ടറിയും 2 റൺസും ഓടിയെടുത്തെങ്കിലും 9 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് ടോട്ടൽ നേടാനായത്. ഇതോടെ ടൈ ആയ മത്സരത്തിൽ ഇന്ത്യ 7 റൺസിൻ്റെ നാടകീയ തോൽവി ചോദിച്ച് വാങ്ങുകയായിരുന്നു. അപ്പോൾ ഈ തോൽവി എന്ന് പറയുമ്പോൾ തിലക് വർമ്മയുടെ തോൽവി കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പിഴച്ച ഒരു മത്സരം കൂടിയായിരുന്നു. നേരത്തെ ബാറ്റിങ്ങിനിടെ വിപ്രജ് നിഗം പിച്ചിൻ്റെ അപകട മേഖലയിൽ കൂടി 2 തവണ ഓടിയതിന് ഇന്ത്യക്ക് അമ്പയർ 10 റൺസ് പെനാൽറ്റി വിധിച്ചിരുന്നു. ഇതും ഇന്ത്യയുടെ തോൽവിയിൽ നിർണായക കാരണമായി മാറി. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ തുടക്കത്തിൽ തന്നെ തകർന്നടിഞ്ഞെങ്കിലും മധ്യനിരയിൽ പൊരുതിയ സൂര്യാൻ ഷെഡ്ജയുടെയും അതുപോലെ വാലറ്റത്തുള്ള വിപ്രജ് നിഗമിൻ്റെയും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിലാണ് 49.2 ഓവറിൽ 265 എന്ന പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് എത്തിയത്. 66 പന്തിൽ 72 റൺസ് എടുത്ത സൂര്യാൻ ഷെഡ്ജയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. വിപ്രജ് നിഗം 49 പന്തിൽ 51 റൺസ് എടുത്തു. ഒരു വാലറ്റക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ കളിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ കളിയിൽ അദ്ദേഹം മികച്ച ഫോം പ്രകടിപ്പിക്കുകയും അതുപോലെ ഇന്ത്യയെ ഈ ഒരു സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു. 143-ന് 7 റൺസ് എന്ന രീതിയിൽ കൂപ്പുകുത്തിയ ശേഷമാണ് 8ാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് ഉയർത്തിക്കൊണ്ട് വിപ്രജ് നിഗമും ഷെഡ്ജയും ചേർന്നുകൊണ്ട് ഇന്ത്യയെ ഈ പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. ഇന്ത്യക്ക് വേണ്ടി മുൻനിരയിലുള്ള ബാറ്റർമാരൊക്കെയും തകർന്ന മത്സരത്തിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഋതുരാജ് ഗെയ്ക്വാദാണ്. അദ്ദേഹം 37 റൺസ് എടുത്തു. ക്യാപ്റ്റൻ തിലക് വർമ്മയാകട്ടെ 23 റൺസാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. വൈഭവ് സൂര്യവംശി 21 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ശ്രീലങ്ക എക്കായി മുഹമ്മദ് ഷിറാസും വിജയ്കാന്ത് വിയാസ്കാന്തും 3 വിക്കറ്റ് വീതം വീഴ്ത്തുകയുണ്ടായി. 265 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 93 റൺസ് എടുത്ത് സധീര സമരവിക്രമയുടെ ബാറ്റിംഗ് മികവിലാണ് മത്സരം ടൈയിലേക്ക് എത്തിച്ചത്. അർഷദ് ഖാൻ എറിഞ്ഞ അവസാന ഓവറിൽ 5 റൺസായിരുന്നു ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 2ാം പന്തിൽ സമരവിക്രമയെ പുറത്താക്കിയ അർഷദ് ഖാൻ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. അവസാന 3 പന്തിൽ 2 റൺസ് മതിയെന്നായിരുന്നു ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ശ്രീലങ്കയ്ക്ക് 1 റൺസ് മാത്രമേ ആ സമയത്ത് നേടാൻ കഴിഞ്ഞുള്ളൂ. അതോടുകൂടിയാണ് മത്സരം ടൈയിലേക്ക് എത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു തിലക് വർമ്മയുടെ ഷോ ഓഫ്. തിലക് വർമ്മ സൂപ്പർ ഓവറിനായി അമ്പയറോട് ചെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ സമയത്ത് വെളിച്ചക്കുറവുണ്ടായിരുന്നു. അവസാനം അമ്പയർ ഈ തർക്കം മൂത്തതോടെ അമ്പയർ ഈ സൂപ്പർ ഓവർ കളിക്കാൻ സമ്മതിക്കുന്നു. ശ്രീലങ്ക ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. സൂപ്പർ ഓവറിലെ അവസാന പന്തിൽ ശ്രീലങ്കൻ താരം അവിഷ്ക ഫെർണാണ്ടോ ക്യാച്ച് നൽകി പുറത്തായി. അതിനുശേഷവും കുറച്ച് നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതോടെ ആ സമയത്ത് ഇന്ത്യൻ താരങ്ങളൊക്കെയും ഗ്രൗണ്ട് വിട്ടെങ്കിലും ഫുൾ ടോസ് ആയ പന്ത് നോബോൾ ആയതിനാൽ വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ആ സമയത്ത് പിന്നെയും ലൈറ്റിങ്ങിന് പോവുകയാണ്. ഇതിനുശേഷം വെളിച്ചക്കുറവ് കാരണം ബാറ്റ് ചെയ്യാനാവില്ലെന്ന് ഇന്ത്യൻ നായകൻ തിലക് വർമ്മ അഭ്യർത്ഥിച്ചെങ്കിലും പിന്നീട് തിലക് വർമ്മ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ അമ്പയർ ലൈറ്റ് മീറ്റർ ഉപയോഗിച്ച് പരിശോധിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങാൻ പറയുന്നു. സത്യത്തിൽ ആ സമയത്ത് വൈഭവ് തന്നെ സ്ട്രൈക്ക് എടുക്കണമായിരുന്നു ഈ സൂപ്പർ ഓവറിൽ. എന്നാൽ ഈ ആദ്യ 3 പന്തുകൾ ഷിൻഡെ സ്ട്രൈക്കിൽ നേരിടുകയായിരുന്നു. ആദ്യ പന്ത് മുതൽ നമുക്കറിയാം സിക്സർ അടിക്കാൻ ശേഷിയുള്ള, അത് ആരായിക്കോട്ടെ, ബുംറയെ അദ്ദേഹം സിക്സർ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കമിൻസിന് സിക്സർ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഹേസൽവുഡിനെയും അതുപോലെ തന്നെ സ്റ്റാർക്കിനെയും ഒക്കെ ഇതുപോലെ നേരിടുന്ന വൈഭവ് സൂര്യവംശി ഈ IPL നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിക്കറ്റ്
പ്ലെയറെ, അങ്ങനെ ഒരു പ്ലെയറെയാണ് നമുക്ക് സൂപ്പർ ഓവറുകളിൽ സ്ട്രൈക്ക് തന്നെ ആവശ്യമായിട്ടുള്ളത്. വൈഭവിന് ഒരുപക്ഷെ ഈ 17 റൺസ് എന്നുള്ളത് ഈസി വാക്കായിരുന്നു, അത് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് റൈസിംഗ് സ്റ്റാർ ടൂർണമെൻറ്റിലും ഇതേപോലെ ഒരു അബദ്ധം സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നത് ദുരന്തമായി മാറിയിരുന്നു. അന്ന് റൈസിംഗ് സ്റ്റാർ ടൂർണമെൻറ്റിൽ ജിതേഷ് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ സൂപ്പർ ഓവർ വന്നപ്പോൾ വൈഭവിന് ബാറ്റിങ്ങിൽ അവസരമേ കൊടുക്കാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ അന്ന് തോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ തിലക് വർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഒരു സൂപ്പർ ഓവർ വരുന്നു. ലക്ഷ്യം 6 പന്തിൽ 17 റൺസ്. വൈഭവിനെ നോൺ സ്ട്രൈക്കിൽ എൻഡിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു താരം 3 പന്തുകൾ കളയുന്നു. വൈഭവിന് സ്ട്രൈക്ക് കിട്ടുമ്പോഴേക്കും മത്സരം കൈവിട്ടു പോയിരുന്നു എന്നതാണ് വാസ്തവം. ഇന്ത്യ വീണ്ടും തോൽക്കുന്നു. അപ്പോൾ തീർച്ചയായും മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിച്ചു തരാൻ ശേഷിയുള്ള ഒരു മാച്ച് വിന്നറെയാണ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇങ്ങനെ തോൽവി വാങ്ങിക്കൂട്ടിയത്. അതിന് തീർച്ചയായും പ്രതിയാവേണ്ടത് തിലക് വർമ്മ എന്ന നായകൻ കൂടിയാണ്. മത്സരശേഷം ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഇന്ത്യ എ ടീമിൻ്റെ ഫൈനൽ മോഹങ്ങളും ഇപ്പോൾ ഏതാണ്ട് തുലാസിലായിരിക്കുകയാണ്. തിലക് വർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നുണ്ട്. T20യിൽ ഇന്ത്യയുടെ സീനിയർ ടീമിൻ്റെ പുതിയ വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനവും മണ്ടത്തരമാണെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ ടൂർണമെൻറ്റിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ എ ടീമിനോടും ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഇന്ത്യ തോറ്റിരുന്നു. അഫ്ഗാനോടാണ് തോൽക്കുന്നത് എന്നോർക്കണം. അതിനുശേഷം ആദ്യ കളിയിൽ ശ്രീലങ്കയ്ക്കെതിരെ തോൽവിയുടെ വക്കിൽ നിന്ന ശേഷമാണ് ഇവർ 8 റൺസിൻ്റെ നേരിയ വിജയം ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതൊരു ആശ്വാസ വിജയം മാത്രമായിരുന്നു. അത്രയും ടൈറ്റ് മത്സരമായിരുന്നു. തോൽവിയുടെ വക്കിൽ നിന്നുള്ള വിജയമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത മത്സരം അഫ്ഗാനെതിരെയാണ്. 2 പോയിന്റ് വീതമുള്ള ഇരു ടീമുകൾക്കും മത്സരം ഒരുപോലെ നിർണായകമാണ്. ഇതിൽ തോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്യും. ഇന്ത്യൻ ടീമിനെ നമുക്കറിയാം, ഇന്ത്യയെ പോലുള്ളൊരു അതിശക്തമായൊരു ടീമിന് തീർച്ചയായും ഇത് നാണക്കേട് തന്നെയാണ്. ഇന്ത്യയുടെ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ താരങ്ങൾ ഈ ടീമിലുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദിനെ പോലുള്ള താരങ്ങളുണ്ട്, തിലക് വർമ്മയെ പോലുള്ള താരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ. അങ്ങനെയുള്ള താരങ്ങളുടെ ഒരു വലിയ നിരയെയും നയിച്ചുകൊണ്ടുള്ള നായകൻ്റെ ഫോം ഔട്ടും അതുപോലെ തന്നെ പല മോശം തീരുമാനങ്ങളും ഒക്കെയാണ് ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണം. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത 2 പരമ്പരകളിലും ഉപനായകനാണ് തിലക് എന്ന് നേരത്തെ പറഞ്ഞു. ശരിക്കും ആ ടീമിൽ സഞ്ജു സാംസണും അക്സർ പട്ടേലും ഒക്കെ ഉള്ള സമയത്താണ് തിലക് വർമ്മ അനധികൃതമായി ഈ നായക റോൾ, വൈസ് ക്യാപ്റ്റൻ റോൾ അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയൊരു വൈസ് ക്യാപ്റ്റൻ പദവിയും അദ്ദേഹത്തിന് ഏൽപ്പിച്ചത് ശരിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ടീമിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗെയ്ക്വാദിനെ പോലുള്ള നായക അനുഭവ സമ്പത്തുള്ള താരങ്ങളുണ്ട് താരം. എന്നിട്ടും തിലകിനെ സെലക്ഷൻ കമ്മിറ്റി ക്യാപ്റ്റനാക്കുകയായിരുന്നു. മത്സരശേഷമുണ്ടായ കളിക്കാരുടെ കയ്യാങ്കളിയും തർക്കങ്ങളും കൂടി കഴിഞ്ഞ ദിനം വലിയ രീതിയിൽ വിവാദമായിരുന്നു. മത്സരത്തിനിടെ ഇന്ത്യയുടെ കൗമാര താരം വൈഭവ് സൂര്യവംശിയും ലങ്കൻ താരങ്ങളും തമ്മിലുണ്ടായ കയ്യാങ്കളിയും കഴിഞ്ഞ ദിവസം പ്രധാന ചർച്ചയായിരുന്നു. വൈഭവിനെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായ ഒരു IPL സീസണിന് ശേഷം ഈ ടൂർണമെൻറ്റിലെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഗിനെ എടുത്തു നോക്കുകയാണെങ്കിൽ നിരാശാജനകമായിരുന്നു. കഴിഞ്ഞ 3 ഇന്നിംഗ്സുകളിൽ നിന്നും അദ്ദേഹം 14, 44, 21 റൺസ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. ഏതായാലും ക്യാപ്റ്റൻ തിലക് വർമ്മയുടെ ടാക്ടിക്സുകളൊക്കെ പൊളിയുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ തോൽവി എന്ന് പറയുമ്പോൾ സൂപ്പർ ഓവർ ചോദിച്ചു വാങ്ങിയ തിലക് വർമ്മയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷനും അതിനൊപ്പം തന്നെ വൈഭവിനെ സ്ട്രൈക്കിൽ ഏൽപ്പിക്കാത്ത ആ ഒരു ഡിസിഷനും കൂടിയായിരുന്നു.